എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് ബാലൻസ് നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? PPNന്റെ പവർ ഓഫ് ഏൻഷ്യന്റ് വിസ്ഡം എന്ന പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ പരിഹാരം നമ്മുടെ ഭൂതകാലത്തിൽ തന്നെയുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് പഴയ കാലത്തേക്കൊന്ന് പോയി നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എപ്പോഴും ഇങ്ങനെ ഓടിത്തളർന്ന് ബാറ്ററി തീർന്നതുപോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കേണ്ട. സത്യം പറഞ്ഞാൽ ഇത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അനുഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ലോകം ഓടുന്നത് വേഗതയുടെ പുറത്താണ്. എന്തിനും ഏതിനും ഇൻസ്റ്റന്റ് റിസൾട്ട് വേണം, അല്ലേ? ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നു, ചുറ്റുമുള്ളവരുമായിട്ടുള്ളൊരു കണക്ഷൻ ഇല്ലാതാവുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ശരി, അപ്പം നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാം. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പോലും അറിയാതെ ചെന്നുപെടുന്ന 5 പ്രധാന കെണികളുണ്ട് ഈ ആധുനിക ജീവിതത്തിൽ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ കെണി വേഗതയോടുള്ള നമ്മുടെ ഒരു തരം ഭ്രാന്താണ്. എല്ലാത്തിനും നമുക്ക് പെട്ടെന്നൊരു ഫലം വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല ഭക്ഷണവും വ്യായാമവും ഒക്കെയായി പതുക്കെ ഭാരം കുറയ്ക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ക്രാഷ് ഡയറ്റുകളുടെ പുറകെ പോവും. പക്ഷേ പഴയകാലത്തെ അഴിവുകൾ പറയുന്നത് എന്താണ്? ആഴത്തിലുള്ള, പതുക്കെയുള്ള, എന്നെന്നും നിലനിൽക്കുന്ന മാറ്റങ്ങൾക്കാണ് നമ്മൾ വില കൊടുക്കേണ്ടതെന്നാണ്. രണ്ടാമത്തെ കെണി ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒന്നായിരിക്കും. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലേ? എപ്പോഴും ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും നമ്മൾ ഫോണിൽ സ്ക്രോൾ ചെയ്യും. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കാനോ ഒരു വിലയിരുത്തൽ നടത്താനോ സമയം കിട്ടുന്നില്ല. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ദിവസവും ഒരു 10 മിനിറ്റ് ഒരു ഡയറി എഴുതാനോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്ന് ചിന്തിക്കാനോ മാറ്റിവെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയൊരു മാറ്റം കൊണ്ടുവരുമെന്ന്. ഇനി മൂന്നാമത്തെ കെണി നമ്മൾ മനുഷ്യരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും എത്രത്തോളം അകന്നുപോയി എന്നുള്ളതാണ്. ഒന്നോർത്തു നോക്കൂ, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഉണ്ടാകും. പക്ഷേ ശരിക്കുള്ള ജീവിതത്തിലോ? ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. പഴയകാലത്തെ ആളുകൾ എപ്പോഴും പ്രാധാന്യം കൊടുത്തിരുന്നത് സമൂഹവുമായിട്ടും പ്രകൃതിയുമായിട്ടുമുള്ള ബന്ധത്തിനായിരുന്നു. അതുകൊണ്ട് നേരിൽ കണ്ടുള്ള സംസാരങ്ങൾക്കും കുറച്ചുനേരം പ്രകൃതിയിൽ ഇറങ്ങി നടക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാലാമതായി നമ്മൾ വരുത്തുന്ന ഒരു തെറ്റ് വിജയത്തെ അളക്കുന്ന രീതിയിലാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വിചാരം എന്താ? ഒരുപാട് പണവും വലിയ സ്ഥാനമൊക്കെ കിട്ടിയാൽ നമ്മൾ വിജയിച്ചു എന്നാണ്. പക്ഷെ ഈ പണത്തിനും പദവിക്കും വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തുന്നത്? നമ്മുടെ ആരോഗ്യം, കുടുംബത്തോടൊപ്പമുള്ള നല്ല നിമിഷങ്ങൾ, ഇതൊക്കെ നമ്മൾ മറന്നുപോകുന്നു. യഥാർത്ഥത്തിൽ സംതൃപ്തി കിട്ടുന്നത് പുറമെയുള്ള നേട്ടങ്ങളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ വളർച്ചയിൽ നിന്നും നമുക്ക് ചുറ്റുമുള്ള നല്ല ബന്ധങ്ങളിൽ നിന്നുമാണ്. ഇനി അവസാനത്തെ കെണി പെട്ടെന്നുള്ള ലാഭത്തിനു വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് നമ്മളിൽ പലരും. ഈ ഓട്ടത്തിനിടയിൽ ക്ഷമ, വിനയം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, ഇതുപോലുള്ള കാലാതീതമായ മൂല്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഒരു ബിസിനസ് അവരുടെ കസ്റ്റമേഴ്സിന്റെ വിശ്വാസം ഇല്ലാതാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദീർഘകാലത്തേക്ക് വിജയിച്ചു നിൽക്കണമെങ്കിൽ അതിന്റെ അടിത്തറ എപ്പോഴും ഇതുപോലുള്ള നല്ല മൂല്യങ്ങളായിരിക്കും. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു നിർണായകമായ കാര്യമുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്ന ഏറ്റവും ശക്തമായൊരു വാക്യമാണിത്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ പുതിയതായിരിക്കാം, പക്ഷേ അതിനുള്ള പരിഹാരങ്ങളോ? അത് പുതിയതേയല്ല. അതെല്ലാം നമ്മുടെ പൂർവികരുടെ അറിവിലും ജീവിതത്തിലും ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു, അല്ലേ? ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് കടക്കാം. ഈ പറഞ്ഞ പുരാതന ജ്ഞാനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? അതിനായി 4 സ്റ്റെപ്പുകളുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ മാറ്റത്തിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഈ 4 സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിലൂടെ നമുക്ക് ആ പഴയ അറിവുകളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റും. ഓർക്കുക, വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ ശീലങ്ങളിൽ നിന്നാണ്. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ദിവസത്തെ ചിട്ടപ്പെടുത്തുക എന്നതാണ്. വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് വെറുതെ കണ്ണടച്ചിരുന്ന് ശ്വാസമെടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ധ്യാനം ചെയ്യുക. ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഒരുപാട് സഹായിക്കും. കൂടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിനു മുൻപ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് നന്ദി തോന്നിയ 3 കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നത്.
ഇതൊരു ശീലമാക്കിയാൽ ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും, ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം സന്തുലിതമായ ഒരു ജീവിതം കണ്ടെത്തുക എന്നതാണ്. ഇവിടെയാണ് ബുദ്ധന്റെ മധ്യപാത എന്ന ആശയം വളരെ പ്രസക്തമാകുന്നത്. അതായത് ഒന്നിന്റെയും അങ്ങേയറ്റത്തേക്ക് പോകാതിരിക്കുക. ജോലിയിലായാലും ശരി, ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ശരി, ഒരു മിതത്വം പാലിക്കുക. ഒരുപാട് കൂടുതലുമില്ല, ഒരുപാട് കുറവുമില്ല. പിന്നെ നമ്മുടെ പഴയ തലമുറ കഴിച്ചിരുന്ന ലളിതമായ ഭക്ഷണരീതികളുണ്ടല്ലോ, അതിലേക്ക് തിരികെ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചാണ്. നമ്മൾക്ക് ചുറ്റുമുള്ള ലോകവുമായി വീണ്ടും ഒന്നിക്കാൻ ശ്രമിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോണും ലാപ്ടോപ്പും ഒക്കെ മാറ്റിവെച്ച് കുടുംബത്തിന്റെ കൂടെ കുറച്ചു സമയം ചിലവഴിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ. അതുപോലെ എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക, ഒരു സന്നദ്ധ പ്രവർത്തനം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാനും നമ്മുടെ ഒറ്റപ്പെടൽ കുറയ്ക്കാനും സാധിക്കും. നാലാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പ് വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നതാണ്. വിജയമെന്ന് പറഞ്ഞാൽ വെറും പണമോ സ്ഥാനമോ മാത്രമല്ല. അത് നമ്മുടെ മാനസികാരോഗ്യം, ആത്മീയമായ വളർച്ച, നമ്മുടെ ടീമിനും കസ്റ്റമേഴ്സിനും നമ്മളോടുള്ള വിശ്വാസം, ഇതെല്ലാം ചേർന്നൊന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സെയിൽസ് ടാർഗറ്റ് എത്തുന്നത് പോലെ തന്നെ പ്രധാനമല്ലേ ടീമിലെ എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യം? അതാണ് സമഗ്രമായ വിജയം. ശരി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തിജീവിതത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ജോലി സ്ഥലത്തും പ്രത്യേകിച്ച് ലീഡർഷിപ്പിലും എങ്ങനെ ഉപയോഗിക്കാം എന്ന് കൂടി നോക്കാം. ഒരു നല്ല ലീഡർക്ക് വേണ്ട അടിസ്ഥാന ഗുണങ്ങളെപ്പറ്റി പുരാതന ഭാരതത്തിൽ പറയുന്ന 3 കാര്യങ്ങളുണ്ട്: ധർമ്മം, സത്യം, സേവനം. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടമ എന്താണോ അത് കൃത്യമായി ചെയ്യുക. സത്യം, അത് നമുക്കറിയാമല്ലോ, എപ്പോഴും സത്യസന്ധമായിരിക്കുക. പിന്നെ സേവനം, അതായത് മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സഹായിക്കാനുള്ള ഒരു മനസ്സ്. ഈ 3 ഗുണങ്ങളുണ്ടെങ്കിൽ ഏത് നേതാവിനും ശോഭിക്കാൻ കഴിയും. ഇതെങ്ങനെ പ്രായോഗികമാക്കാം എന്നല്ലേ? ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനിയിലെ ജീവനക്കാർക്ക് ധാർമ്മികതയെപ്പറ്റി ഒരു ബോറടിപ്പിക്കുന്ന ക്ലാസ് എടുക്കുന്നതിന് പകരം പഞ്ചതന്ത്രം കഥകളില്ലേ, അതുപോലെ ലളിതമായ കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്താലോ? ആളുകൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, എളുപ്പത്തിൽ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ഇതൊരു അടിപൊളി ടെക്നിക്കല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ പവർ ഓഫ് ഏൻഷ്യന്റ് വിസ്ഡം എന്ന പുസ്തകം ഒരു പുസ്തകം മാത്രമല്ല, അതൊരു കണ്ണാടി പോലെയാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെയെല്ലാം പരിഹാരം പുറത്ത് എവിടെയോ അല്ല, മറിച്ച് അത് നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കണ്ണാടി. അപ്പോ ഈ ഒരു വിവരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ പുരാതന മൂല്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അത് ചിലപ്പോൾ ക്ഷമയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സായിരിക്കാം, അതുമല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹമാകാം. ഇതിൽ ഏതൊരെണ്ണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഒരു നല്ല മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ.